Hello guys, welcome back to my YouTube channel and welcome back to yet another fresh ഈ കരിക്കിനകത്തെ മറ്റു സാധനമില്ല അതിനെക്കാട്ടി ഫ്രഷ് ആയിട്ടുള്ള വ്ളോഗ് ഫ്രം ആദിത്യ രാജേഷ് ശ്രീലകത്തിൽ. കദളിവാഴ കയ്യിലിരുന്ന് അമ്മ എങ്ങോട്ടാ രാവിലെ ഒരുങ്ങി കെട്ടി പോകുന്നത്? ഓക്കെ, സോ ഇന്ന് രാവിലെ ഇപ്പം അമ്മയും കൊണ്ട് എവിടെ പോവാ അമ്മ? അമ്മ ഫേഷ്യൽ ചെയ്യാൻ പോവാണ്. പോകുന്നത് മറ്റെങ്ങുമല്ല, ഇന്ത്യയിലെ തന്നെ. എന്താ ഇന്ത്യയിലെ തന്നെ അമ്മ എല്ലാ മനുഷ്യരും ഫേഷ്യൽ ചെയ്യും, എല്ലാ മനുഷ്യരും രാവിലെ ബ്രഷ് ചെയ്യും, എല്ലാ മനുഷ്യരും രാവിലെ ബാത്റൂമിൽ പോകും, എല്ലാ മനുഷ്യരും തുണി ഇടും, തുണി ഊരും. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നത്. ഇതിനകത്ത് നാണിക്കാൻ എന്തു ഇത്രേ? ഗ്രോ അപ്പ് ഫോർ ഹെവൻ സേക്ക്. ഹെവൻ അല്ല, ഹെൽ സേക്ക്. അപ്പം ബ്യൂട്ടി പാർലറിൽ പോവാണ് അമ്മ. രാവിലെ തന്നെ ബ്യൂട്ടി പാർലറിൽ പോവാണ് അമ്മ. എല്ലാ ആഴ്ചയും ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട്. ഇന്നും പോകുന്നുണ്ട്. ഇന്ന് ഞാനാണ് അമ്മയെ കൊണ്ടുപോകുന്നത്. അപ്പോ എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ ആൾക്കാർ കേൾക്കുമ്പോഴത്തേക്കും എന്തൊക്കെയോ പോലെ, പക്ഷെ ഇതൊന്നും അങ്ങനെ എന്തൊക്കെയോ പോലെ തോന്നേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലേ, ഇതൊക്കെ എല്ലാവരും ഈ ഗ്രൂമിങ് അല്ലെങ്കിൽ പറയുന്ന പോലെ സെൽഫ് കെയർ എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും വേണ്ട കാര്യമാണ്. അതിനകത്ത് നമ്മൾ അയ്യോ അതിനൊന്നും ഒരു ആവശ്യമില്ല. സോ ലെറ്റ്സ് ഗോ. കുഞ്ഞു വരുന്നുണ്ട്, അവർക്ക് സ്റ്റേഷനറി എവിടെ എന്തോ കടയിൽ കയറിയിട്ട് എന്തൊക്കെയോ വാങ്ങാനുണ്ട്. അപ്പം ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. കുഞ്ഞു, നീ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഓ, പുതിയ വാച്ച് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഓ, നൈസ് വാച്ച്. യെസ്. അപ്പോൾ ഞാൻ പോയി, അത് ആൻറ്റി ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ ആൻറ്റിയെ കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടിരിക്കേണ്ട ഒരാളാണ്. ഹൈ ഹൈ ഹായ്, ഇതാണ് നമ്മുടെ ആൻറ്റി. അപ്പോൾ ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. ഓക്കെ. രാവിലെ ഡിങ്കിയെ കണ്ടില്ല. ഡിങ്കി ഇവിടുത്തെ റോഡിലുള്ള പട്ടിയാണ്. ഞാൻ ഇടയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്നു. ഇടയ്ക്ക് എനിക്ക് സ്നേഹമുള്ള ഏക ആളാണ്. സ്നേഹമുള്ള ഏക ആളാണ്. അമ്മ ഗേറ്റ് തുറക്കാമോ? സ്നേഹമുള്ള ഏക ആളാണ് ഉദ്ദേശിച്ചത്, വേറൊന്നുമല്ല. എനിക്ക് സ്നേഹമുള്ള ഏക പട്ടിയാണ്. എനിക്ക് പട്ടികളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലേ, എനിക്ക് പേടിയാണ്. യെസ്. അപ്പം അമ്മ ഗേറ്റ് തുറക്കട്ടെ. നമ്മുടെ മ്യൂസിക് ഇതിനകത്ത് ഇത് ബട്ടൺ ഞാൻ ഞെക്കി ഇളകിപ്പോയി. അന്ന് ഗോവിന്ദൊക്കെ കൂടി ഇരിക്കാൻ നേരമായിരുന്നു. പിന്നെ അത് മാറ്റി. ഇത് മാത്രമായിട്ട് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല. ഞാൻ വിചാരിച്ചു ഇത് കളഞ്ഞൊരു സ്ക്രീൻ ആക്കാമെന്ന്. ഇത് വാങ്ങിക്കാൻ നേരം ഇതിനകത്ത് ഇൻബിൽറ്റ് സ്ക്രീൻ ഇല്ലായിരുന്നു ഈ കാറിൽ. അപ്പം സ്ക്രീൻ ആക്കാമെന്ന് വെച്ചു. പക്ഷേ ഇത്തവണ സർവീസിന് കൊടുക്കാൻ നേരം അവർ ഇത് മാത്രമായിട്ട് റീപ്ലേസ് ചെയ്ത് തന്നു. അതെന്തായാലും നല്ല ഉപകാരമായി. അല്ലായിരുന്നെങ്കിൽ പാട്ട് കേൾക്കാൻ പറ്റില്ല, റേഡിയോ മാത്രമേ കേൾക്കാൻ പറ്റൂ. പിന്നെ ഇതിനകത്ത് ലൈറ്റ് എപ്പോഴും കത്തിക്കിടക്കുകയും ചെയ്യും. പിന്നെ ഈ വണ്ടിക്ക് മൈലേജ് എന്ന് പറഞ്ഞ സാധനമില്ല. ഒരു 7-8 സിറ്റിക്കകത്ത് ദിവസം 500 രൂപയ്ക്ക് പെട്രോൾ ഒഴിച്ചാൽ രാവിലെ ഒഴിച്ചാൽ രാത്രി തീരും. അതിൽ കൂടുതൽ കിട്ടൂല. 7-8 ലോങ് പോകുമ്പം ഒരു 10-12-13 ഒക്കെ കിട്ടും നാട്ടിൽ പോകാൻ നേരമൊക്കെ. അപ്പോൾ പോവാം. യെസ്, അമ്മ അവിടെ ഗേറ്റ് തുറന്നു. അത് അപ്പം പോവാം. എങ്ങോട്ടാ? എവിടെ? ഇങ്ങോട്ട് നോക്കി പറയൂ. ഫെയറിൽ എന്തിനാ പോകുന്നത്? ആർക്കാ? അമ്മ ഉള്ള അമ്മ ഞാൻ എന്ത് കേൾക്കുന്നത്? ഫേഷ്യൽ ചെയ്യാൻ പോകുന്നു. അയ്യേ അയ്യേ എന്ത് വിചാരിക്കല്ലേ? അയ്യേ എന്ത്? അപ്പൊ പോവാം. അമ്മ എന്തോ കണക്കേടാ അമ്മ. ഈ കുടുംബത്തിൽ നിന്ന് ഒരാള് ഫേഷ്യലിന് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ജന്മന നല്ല ബ്യൂട്ടി ആയോണ്ടേ ഇനി ഫേഷ്യൽ കൂടെ ഒക്കെ ബ്യൂട്ടീഷ്യൻ നമ്മൾ ചെയ്യാറില്ല. പക്ഷെ അമ്മ മാത്രം എന്താ ഭംഗിയുണ്ട്, കോലമുണ്ട്. അതെ, ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ലെങ്കിൽ പോലും ഇത്തവണ നമ്മൾ ചെയ്യേണ്ടി വരുന്നു എന്നുള്ള അവസ്ഥയല്ലേ കുഞ്ഞു? അപ്പൊ ഞാൻ വണ്ടി ഓടിക്കട്ടെ. എങ്ങനെയുണ്ട് കുഞ്ഞു വാച്ച്? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? കൊള്ളാന്നോ? നല്ല പൂവല്ലേ? എന്തോ എത്ര മണിക്കാ ലുലുവിൽ പോണ്ടേ? നീ എന്ത് പറഞ്ഞു? മുഹൂർത്തം വെച്ചേക്കുന്നത് ലുലുവിൽ? എനിക്ക്
കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഒരു 12 മണിയാകുമ്പോൾ പോകാം. നിങ്ങളെ വിളിച്ചിട്ട് പോവാം, പേടിക്കണ്ട. ഇത് ഫെയർ ആണ്, ഇതൊരു സലൂണാണ്. ഒരു എന്താ പറയുക, ഇവിടെ എല്ലാം ചെയ്യാൻ പറ്റും. ഗ്രൂമിങ് ആണെങ്കിലും ഈ പറയുന്ന മേക്കപ്പ്, അങ്ങനത്തെ എല്ലാം, കല്യാണം, വെഡിങ്, അങ്ങനത്തെ എല്ലാം കവർ ചെയ്യും. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഉണ്ട്. വിജി കുമാരപുരത്തിൻ്റെ ആണ് ഇത്. പണ്ടേ ഫേമസ് ആണ്, സെലിബ്രിറ്റി മേക്കപ്പ് ഇതൊക്കെ ചെയ്യുന്ന ആളാണ് പുള്ളി. അപ്പോൾ ഇതിപ്പം വേൾഡ്സ് ലാർജസ്റ്റ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇപ്പോഴത്തെ പുതിയ ബിൽഡിങ് ഭയങ്കര സംഭവം തന്നെ. ഇതിനകത്തൊരു കഫേ ഉണ്ട്. പിന്നെ ഇവിടെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്, ഈ മേക്കപ്പും ബ്യൂട്ടീഷ്യൻ കാര്യങ്ങൾ കോഴ്സൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. കൊള്ളാം, ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. നല്ല കാർ പാർക്കിങ്ങും ഉണ്ട്. ഉറപ്പുള്ളൊരു കാര്യത്തിൽ ബിസിനസ് ചെയ്തപ്പോൾ കണ്ടോ വളരുന്നത്. ഹലോ, അപ്പോൾ അവരവിടെ തന്നെയാണ്. ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ത്, ഷോർട്സ് ആട്ടോ, ഡ്രസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ലുലുവിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. കറണ്ട് പോയി. വീട്ടിൽ ഭയങ്കര ചൂട്, ഇരിക്കാനേ വയ്യ. ഒന്നാമതേ ഇവിടെ ഇപ്പോഴത്തെ ചൂട് അറിയാമല്ലോ. അതിൻ്റെ കൂടെ കറണ്ടും കൂടി ഇല്ലാണ്ട് ആകെ വലഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ച്, അമ്മ കഴിയാറായ വരട്ടെ എന്ന് വയ്ക്കുന്നത്. ഇവിടെ തുടങ്ങിയിട്ട് പോലും ഇല്ല. അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അവർ തിരിച്ച് ഓട്ടോയിലും എല്ലാം വരട്ടെ. കാര്യം എനിക്ക് ഇനിയും വെയിറ്റ് ചെയ്യാൻ വയ്യ. ഉച്ചയായി, നമുക്ക് സാധനം വാങ്ങണം. അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഷെയ്ഡ്സ് ഞാൻ നല്ലത് കണ്ടാൽ വാങ്ങും, ഒരു പെട്ടിയും കണ്ടാൽ വാങ്ങും. രണ്ടും സൈറ്റിലൊക്കെ നല്ല ഓഫറിൽ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാത്ത ഓഫറിലൊക്കെ ഉണ്ട്. പക്ഷേ ലുലുവിൽ ചെന്ന് നമുക്ക് നല്ലതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം. പിന്നെ ലഞ്ച് വിത്ത് വിശ്വജിത്ത്, ഫുഡും കൂടെ കഴിക്കണം. വിശ്വജിത്തിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരനായിട്ട് ഫുഡും കൂടെ കഴിക്കണം. പുള്ളി എൻ്റെ കൂടെ ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരുന്നു. അവൻ ചെന്നൈ പഠിച്ച SRM പഠിച്ചതാണ്. യെസ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാറുള്ളത്, തിരുവനന്തപുരത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ യെസ്, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അമ്മയൊക്കെ ഓട്ടോയിൽ വരും. നമുക്കൊരു വീടിൻ്റെ ഒരു ഒഫീഷ്യൽ ഓട്ടോ ഉണ്ട്. പുള്ളിക്കാരനോട് ചിലപ്പോൾ അജി എന്ന പുള്ളിയുടെ പേര്, ചേട്ടനെ വിളിച്ച് ചേട്ടൻ ഫ്രീ ആണെങ്കിൽ പുള്ളി പോയി പിക്ക് ചെയ്യും, അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ഓട്ടോയിൽ വരും, വാട്ടെവർ. യെസ്. അപ്പോൾ നമുക്ക് ലുലുവിലോട്ട് പോവാം. ഇതൊരു ചൂടായിരുന്നെന്ന് അറിയാം. ഇതിനകത്ത് കയറി എ സിയുടെ നേരം ഒരു സുഖം. പൊതുവേ എനിക്ക് വലിയ AC ഭ്രാന്തുള്ള ആളല്ല ഞാൻ. എനിക്ക് മോശമല്ലാത്ത ചൂടാണെങ്കിൽ ഇത് പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. അൺസൈക്കബിൾ ചൂടായിപ്പോയി. അപ്പോൾ നമുക്ക് പോവാം. യെസ്, ഞാനിപ്പോൾ റെഡി ആയിട്ട് ഇവിടെ വീരഭദ്രയുടെ അകത്ത് നമ്മുടെ അസോസിയേഷൻ്റെ റൗണ്ടിൽ കിടക്കുകയാണ്. പോവാം. ലുലു ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ട്. വണ്ടിയുടെ പെട്രോളും കൂടെ അടിക്കണം. യെസ്, ഇനി അവിടെ ചെന്നിട്ട് അങ്ങനെ ടെക്നോ പാർക്ക് കഴക്കൂട്ടം അവിടെയുള്ള സുപ്രീമിലെത്തി. ഇത് ഇവരുടെ പുതിയ ഔട്ട്ലെറ്റാണ്. ഇവർക്ക് സിറ്റിക്കകത്തുണ്ട്, കുറവങ്കോണത്തൊക്കെയുണ്ട്, പിന്നെ കൊല്ലത്തൊക്കെയുണ്ട്. അപ്പം ഇവിടെ വന്ന് ഫുഡ് ഓർഡർ ചെയ്തു. ഞാൻ വിശ്വജിത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇവിടെ ആക്ച്വലി അവരുടെ 3 റെസ്റ്റോറൻറ്റ്സിൻ്റെ കമ്പൈൻഡ് മെനു ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അറബിക്, കോണ്ടിനെൻ്റൽ, ചൈനീസ്, തായ് എല്ലാം ഉണ്ട്. ഇപ്പോൾ വിശ്വജിത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സ്റ്റാർട്ടേഴ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ സ്റ്റാഫുണ്ട്, 10-12 വർഷമായിട്ട് ഇവിടെ ഉള്ളതാണ്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വരുന്ന സമയത്ത് ഇവിടെ ഉള്ള പുള്ളി വന്ന് എന്നോട് സംസാരിച്ചു, വീട്ടുകാരുടെ കാര്യമൊക്കെ ചോദിച്ചു. അച്ഛനെയൊക്കെ നല്ല പരിചയമുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ നൂഡിൽസ്, ഹക്ക നൂഡിൽസ്, പ്രോൺസ് ഹക്ക നൂഡിൽസും, ഇതിപ്പം കുങ് പാവോ ചിക്കനും വന്നിട്ടുണ്ട്. ഈ വൈറ്റ് ഷർട്ട് ലെഫ്റ്റിൽ വരുന്നില്ല, ആ പുള്ളിയാണ് ഞാൻ പറഞ്ഞ ആ സ്റ്റാഫ്. അപ്പോൾ യെസ്, ഫുഡ് കഴിച്ചിട്ട് ലുലുവിൽ പോവാം. ദ ന്യൂ തിരുവനന്തപുരം എന്നാണ് ഇപ്പോൾ ആക്ച്വലി ഇവിടെയൊക്കെ അറിയപ്പെടുന്നത്. ഭയങ്കരമായ ഡെവലപ്മെൻറ്റാണ്. മെയിൻ കാര്യം ലുലു വന്നതിന് ശേഷമാണ് ഈ റോഡ് ഈ ഒരു സ്ട്രെച്ച് അത്ര അടിപൊളിയായി. എൻ്റെ വാർഡ്രോബിലെ ഒരു ഷർട്ട് കണ്ടുപിടിക്കാൻ ഇതിൽ എളുപ്പമാണ്. അത്രയും പാടാണ് ഇവിടെ ഈ നമ്പർ നോട്ട് ചെയ്തില്ലെങ്കിൽ കാറ് കണ്ടുപിടിക്കാൻ. നമ്മൾ അവസാനം വലഞ്ഞു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കും നമ്മുടെ സ്ലോട്ട് കാർ പാർക്കിങ്ങിൻ്റെ. ഈ ലുലുവിൽ ഞാൻ മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഇതാണ് ഇവരുടെ ഈ വാഷ്റൂം. എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വയ്ക്കും. ഒരാൾ വന്ന് പോയി കഴിഞ്ഞാലും ഭയങ്കര ക്ലീൻ ആയിരിക്കും. അവിടുന്ന് ലെൻസ് ആൻഡ് ഫ്രെയിംസിൽ പോയി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബർബറിയുടെ ഗ്ലാസ് എടുത്ത് മാറ്റി വെച്ചു. പക്ഷേ അത് പവറാക്കാൻ പറ്റില്ല എന്ന്. ഇനിയിപ്പം നമുക്ക് പിന്നെ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നുണ്ട്, അവിടെ നിന്ന് വാങ്ങാം. അവിടെ നിന്ന് ഞാനും വിശ്വജിത്തും പെട്ടി അന്വേഷിച്ച് അടുത്ത കടയിലോട്ട് പോയി. ഇതിപ്പോൾ സഫാരിയിലാണ്. ഇവിടെ നല്ല പെട്ടികളൊക്കെ ഉണ്ട്, ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉള്ളതിൽ ഏറ്റവും നല്ല ഒരെണ്ണം അങ്ങ് വാങ്ങിച്ചു. ആക്ച്വലി 3-4 എണ്ണം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ലുലുവിനകത്തും, അതല്ലാണ്ട് ഈ സെപ്പറേറ്റ് സ്റ്റോഴ്സിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയ ഒരു പെട്ടി ഇതായിരുന്നു. അവസാനം ഇത് തന്നെ എടുത്തു. ഈ ബ്ലാക്കും ഗ്രീനും ആ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു നിയോൺ ഗ്രീൻ ആ പെട്ടിയാണ് എടുത്തത്. ബാക്കി ഇതാ ഇവിടെയൊക്കെ ലുലുവിലൊക്കെ പോയി നോക്കി, അകത്ത് അവരുടെ സ്റ്റോറിലൊക്കെ പോയി. പക്ഷെ ഒന്നും അങ്ങോട്ട് മാനസികമായിട്ടൊരു തൃപ്തി വന്നില്ല. മറ്റേ പെട്ടി ആക്ച്വലി 20K ആണ് MRP. അതിൽ നിന്നൊരു ഡിസ്കൗണ്ട് കിട്ടി. ആക്ച്വലി വലിയ മോശമില്ലാത്ത പ്രൈസിന് കിട്ടി. ബാക്കി ഇത്രയും പെട്ടി നോക്കിയെങ്കിലും അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അതിന് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ നല്ല കപ്പാസിറ്റിയും കൊള്ളും.
അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഞാനും വിശ്വജിത്ത് ഓരോരോ പെട്ടി വാങ്ങിച്ചു. അവനും ആവശ്യമുണ്ട്. അപ്പം നമുക്കിനി വീട്ടിൽ പോവാം. അയ്യോ എൻ്റെ ബർബറിയുടെ ഷർട്ടിൻ്റെ കവർ. ഓക്കെ, ക്ഷീണിച്ച് ഗൈസ്, തളർന്നു പോയി. ഉച്ചയ്ക്കത്തെ ഫുഡ് എനിക്ക് അത്ര പിടിച്ചില്ല കേട്ടോ. വയറിനൊരു ചെറിയ അസ്കിത ഉണ്ടായിരുന്നു. എനിക്ക് വിശ്വജിത്തിനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1 ലിറ്റർ കുപ്പി വെള്ളം കുടിക്കട്ടെ. എന്നോട് വിശ്വജിത്ത് പറഞ്ഞു വാട്ടർ ഡയറ്റ് എടുക്കുന്ന ഭയങ്കര നല്ലതാണ്, ഒന്ന് ഡീറ്റോക്സിഫൈ ആവും ബോഡിയും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്കെന്നാൽ ഒരു വാട്ടർ ഡയറ്റും കൂടെ 2 ദിവസം എടുത്ത് കളയാം. യെസ്, അപ്പോൾ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി ഈ വെള്ളം കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, പെട്ടി ഞാൻ അവരെ കാണിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പഞ്ചാരയൊന്നും ഇടാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് ഒരു മസ്മെലൻ ഫ്രഷ് ജ്യൂസും കൂടെ കുടിച്ചു. ഇതിപ്പോൾ സ്ഥിരമാണ് കേട്ടോ. നാളെ കേരളത്തിൽ ഇലക്ഷനാണ്. എല്ലാവരും വോട്ടിംഗ് റൈറ്റ് ഉണ്ടെങ്കിൽ പോയി വോട്ട് ചെയ്യുക. വോട്ട് മിസ് ചെയ്യരുത്. ഒരു ഡെമോക്രാറ്റിക് രാജ്യത്ത് താമസിക്കുമ്പോൾ നിങ്ങളെല്ലാവരും വോട്ടിംഗ് റൈറ്റ് ഉള്ളവർ വോട്ട് ചെയ്യണം. യെസ്, ഓൺലൈൻ ട്യൂഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട്? എന്ത് പറ്റി? എപ്പോൾ വന്ന് നിന്നിട്ട്? 5 മണി. ഓക്കെ, 5 മണി. ഓക്കെ അമ്മ, ബ്യൂട്ടി പാർലറിൽ പോയാ എന്നിട്ട്? എന്താ ഉണ്ടാക്കുന്ന? സാൻഡ്വിച്ചോ? ആർക്കാ? ഈ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നത്. നമ്മുടെ ആ ഒരു പെഡിഗ്രിക്ക് തന്നെ നിങ്ങൾ ഒരു മോശമായിപ്പോയി കേട്ടോ, വളരെ മോശമായിപ്പോയി. ഇനിയിപ്പോൾ ആൾക്കാർ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും അല്ലേ? ഒക്കെ നടക്കുന്നേ. എന്റെ സ്വപ്നവും തന്റെ സ്വപ്നം ഒക്കെ നടക്കും.